അപ്പോൾ ഇന്ന് നമ്മൾ കുടുംബത്തെ പറ്റിയാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ആൻഡ് ബേസിക് ഗ്രൂപ്പ് ഇൻ അവർ സൊസൈറ്റി. അതായത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക സ്ഥാപനമാണ് കുടുംബം. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എ ഫാമിലി? ഫാമിലി ഈസ് എ ഡ്യൂറബിൾ അസോസിയേഷൻ ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിത്ത് ഓർ വിത്തൗട്ട് ചിൽഡ്രൻ. അപ്പോൾ നമ്മളെല്ലാവരും സമൂഹത്തിൻ്റെ ഭാഗമാണ് അല്ലേ? എന്തൊക്കെയാണ് കുടുംബത്തിൻ്റെ സവിശേഷതകൾ? ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫാമിലി. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫാമിലി: 1. Family is a universal group. 2. Family based. അപ്പോൾ പുറത്തു വന്ന ഏട്ടന് ടേബിൾ മാനേഴ്സ് ഒക്കെ അറിയാല്ലേ? അല്ല, ടേബിൾ മാനേഴ്സ്. അതെന്താ കുഴപ്പം? അത് എൻ്റെ മാനേഴ്സിന് എന്താ കുഴപ്പം? അല്ല ഏട്ടാ, ഇവിടെ കൃത്യമായിട്ട് വേസ്റ്റ് ഇട്ട് അവിടെ വീട്ടിലെന്താ പ്രശ്നം? എൻ്റെ വീട് എൻ്റെ സൗകര്യം, എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും. മനസ്സിലായില്ലേ? ഏട്ടാ, ഞാൻ അത് ചുമ്മാ പറഞ്ഞതാ. ഏട്ടൻ എന്താ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇങ്ങനെ പറഞ്ഞാൽ ദേഷ്യം വരില്ലേ? എൻ്റെ മാനേഴ്സിന് എന്താ പ്രശ്നം? എനിക്ക് ഇത്രയുള്ള മാനേഴ്സൊക്കെ ഉള്ളൂ. മനസ്സിലായില്ലേ? ഏട്ടാ, ഏട്ടൻ എന്താ ഒന്നും മിണ്ടാത്ത? ദേഷ്യത്തിലാണോ? ഈ ഇന്ന് അവിടെ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഏട്ടത് ഞാൻ വെറുതെ പറഞ്ഞതാ, ഒന്നും വിചാരിച്ച് പറഞ്ഞതല്ല. ഇതാണ് ഈ എൻ്റെ അടുത്ത് കണ്ട ഏറ്റവും വലിയ തെറ്റ്. ഏട്ടാ, തെറ്റായിട്ടല്ല, നമ്മളവിടെ ഇരുന്നപ്പോൾ ന്യായീകരിക്കണ്ട. ഈ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ എന്നോട് സോറി പറ. സോറി. ഹലോ, വാടി മാനേഴ്സ് കാരി. മാനേഴ്സ് വാ. ഏട്ടാ, ആ പ്ലംബറോടൊന്ന് വരാൻ പറയോ? ആ കിച്ചണിൽ ആ വേസ്റ്റ് വാട്ടർ മൊത്തത്തിൽ അടങ്ങാറാ. എനിക്ക് വേസ്റ്റ് ഭയങ്കര പ്രശ്നമല്ലേ? ശരിയാക്ക. ഡീ, എന്നോട് ഞാൻ അന്നേ പറഞ്ഞാലേ ജോലിക്ക് ഇപ്പം അപ്ലൈ ചെയ്യണ്ടെന്ന്. ഇപ്പം അച്ഛൻ്റെ മുമ്പിൽ ഞാൻ ആരായി?
എന്നോട് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നെ ജോലിക്ക് വിടൂല? ഉണ്ടോ? അല്ലെങ്കിൽ എന്നോടെല്ലാം പറഞ്ഞിട്ടല്ലേ എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു? എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടുകാരോട് ചോദിക്കൂ, ഒന്നും പറഞ്ഞിട്ടില്ലേ? ഇക്കാര്യത്തിൽ എന്ത് മാനേഴ്സ് ഈ എന്നോട് കാണിച്ച്? ലൈറ്റ് ഓഫ് ആക്ക്, കിടക്കണം. ഞാൻ ശബരിമലയ്ക്ക് പോകാൻ മാലയിടുക. എന്നാ പോണേ? ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. നാളെ തൊട്ട് വെറുതെ നിൽക്കാം. പോയിട്ട് വന്നിട്ടല്ലേ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കിടക്കാൻ പറ്റും. എന്തേ? ലൈറ്റ് ഓഫ് ചെയ്താലോ? ഏട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞാൽ ഫീൽ ആവുമോ? എന്തേ? ഏട്ടാ, നമ്മൾ ചെയ്യൂലേ? അപ്പോൾ എനിക്ക് നല്ല പെയിനുണ്ട്. കുറച്ച് ഫോർ പ്ലേയും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ഇപ്പം ഇതിനെക്കുറിച്ചെല്ലാം അറിയാമല്ലേ? എന്ത്? ഫോർ പ്ലേ. എനിക്കും തോന്നണ്ടേ ഫോർ പ്ലേക്ക്? ലൈറ്റ് ഓഫ് ചെയ്തേക്ക്. സ്വാമിയേ 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 കാത്തുരക്ഷിക്കണേ സ്വാമിയേ 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 ഹരിഹരാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. കാര്യങ്ങളനുസരിച്ച് മാറൂലേ മാഷെ? ഇപ്പം തന്നെ ചെരുപ്പിടാതെ നടക്കുന്ന കാര്യം. ഇക്കാലത്ത് ഇങ്ങനെയൊക്കെ നടന്ന എന്തൊക്കെ അസുഖങ്ങൾ വരും? മാലയൊരു മുന്നിൽ വെച്ചിട്ട് വെള്ളടിക്കുന്ന എത്ര പേരെ എനിക്കെന്നെ അറിയാം. ഇതൊക്കെ അത്രയേ ഉള്ളൂ മാഷെ. കുറച്ചുകൂടി. ശരണമയ്യപ്പ സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ സ്വാമി ശരണം ശരണമയ്യപ്പ സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ ഹരിഹര സുരനേ ശരണമയ്യപ്പ.
മാറിക്ക്. ഈ സമയത്ത് സ്വാമിയാരെ തൊടാൻ പാടില്ല എന്ന് എനക്കറിയില്ലേ? രജസ്വല തൊട്ടിട്ട് അശുദ്ധായാൽ പച്ച ചാണകത്തിൻ്റെ ഉരുള വിഴുങ്ങാം. അതല്ലെങ്കിൽ പച്ച ചാണകവെള്ളം കുടിച്ച് ശുദ്ധി വരുത്തുക. അങ്ങനെയൊക്കെയാണ്. ഇപ്പം അതൊന്നും കണക്ക് കൂട്ടണ്ട. ഇയൊന്ന് മുങ്ങി കുളിച്ചാളാ. ഇത് തറവാട്ട് പറഞ്ഞ പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയാണോ ഓള് ചെയ്തത്? നിങ്ങൾ കുറെ കാലം കരയോഗം പ്രസിഡന്റ് ആയിരുന്ന ആളല്ലേ? ആ, അപ്പൊ നമ്മൾ തന്നെ അതിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ചെയ്തല്ലത് മോശമല്ലേ? ഏട്ടൻ ആ വീഡിയോന്റെ താഴെയുള്ള തെറിവിളിയൊക്കെ കണ്ടിനോ? ഇത് മൊത്തത്തിൽ മുമ്പൊക്കെ മോശ. അതിനോണ്ടാണ് ഞങ്ങൾ ഇപ്പം തന്നെ ഇങ്ങോട്ട് വന്നത്. പ്രശ്നമല്ല, ഓളത് ഡിലീറ്റ് ചെയ്തോളൂ. ആ, അത് മതി അല്ലേ? എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക. എന്നാ ശരി, രാവിലെ കാണാം. ഈ ആ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത് അങ്ങ് ഡിലീറ്റ് ആക്കിക്കളാം. എനിക്കത് ശരിയായി തോന്നിയിട്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. ഞാൻ അത് ഡിലീറ്റ് ചെയ്യൂല. ഞാനാ പറയുന്നത്, ഈ അത് ഡിലീറ്റ് ആക്കുക. അത് ഞാൻ ഷെയർ ചെയ്തോണ്ട് നിങ്ങൾക്ക് എന്താ സംഭവിക്കാൻ പോന്നേ? ഞാൻ അകത്തോട്ട് കയറുമെന്നുണ്ടല്ലോ. ഓ, നിങ്ങളിവിടെ കയറാൻ നിങ്ങൾക്ക് ഇവിടെ കയറാൻ പറ്റുമോ? എനിക്ക് കാണാൻ പറ്റുമോ? എന്നെ തൊടാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഈ വീട്ടിൽ താമസിക്കുമ്പോൾ ഇവിടെ ഉള്ളവർ പറയുന്നത് കേൾക്കണം. മോളെ, ആ വാതിലൊന്ന് അടിക്കുവോ? ആ ചേച്ചി. കുറ്റിയിട്ടേക്ക്. മോളെ, ചായ എടുക്കണേ. ഒരു 5-8 ആളുണ്ട്. ഓം ഹരേരസുതനാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ
കുറച്ചു നേരമായല്ലോ എന്നോട് ചായ ചോദിച്ചിട്ട്. ചായ എടുത്തോ? ഇപ്പൊ തരാം. വേഗം എടുക്ക്. സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിക്ക് കൽക്കണ്ടമുന്തിരി സ്വാമിക്ക് കാണിപ്പൊന്നം സ്വാമിക്ക് കാരിച്ചുരിക സ്വാമിക്ക് അവിലും മലരും സ്വാമിക്ക് മുദ്ര സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് അഭിഷേകം സ്വാമിക്ക് സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ കെട്ടുംകെട്ടി ശബരിമലയ്ക്ക് കെട്ടുംകെട്ടി ശബരിമലയ്ക്ക് പോയ സ്വാമിയെ കാണാം സ്വാമിയെ കാണാം സ്വാമിയെ കണ്ട മോക്ഷം കിട്ടും സ്വാമിയെ കണ്ട മോക്ഷം കിട്ടും ആരുടെ കെട്ട് സ്വാമിയുടെ കെട്ട് ആരുടെ കെട്ട് സ്വാമിയുടെ കെട്ട് സ്വാമിയുടെ കെട്ട് പള്ളിക്കെട്ട് സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ ശരണം പൊന്നയ്യപ്പ പന്തളരാജ ശരണം പൊന്നയ്യപ്പ വൻപുലിവീര ശരണം പൊന്നയ്യപ്പ വൻപുലിവീര ശരണം പൊന്നയ്യപ്പ കെട്ടും കെട്ട് അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള നമ്മളെ ലൈഫ് അതൊക്കെ തിരുത്തിക്കൊണ്ട് തന്നെയാവും അല്ലേ? ചായ അസലായിട്ടുണ്ട്. ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരട്ടെ.